ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലീഗൽ T20 സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലീഗൽ T20 സീരീസ് എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഈ ലീഗൽ T20 സീരീസ് ആർക്കൊക്കെ വേണ്ടിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പാർട്ട് 1 വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ഈ പാർട്ട് 2 വീഡിയോയിൽ ഞാൻ 20 MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഓരോ ക്വസ്റ്റ്യൻ നേരെയും ആ ക്വസ്റ്റ്യൻ ഞാൻ എവിടെ നിന്നാണ് എടുത്തത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതുകൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലീ 2022, ഇപ്പോൾ കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ലീഗൽ അസിസ്റ്റന്റ് ഏത് വർഷമാണ്, അതൊക്കെ ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാർ ഞാൻ LLM എൻട്രൻസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ ക്ലീ പ്രീവിയസ് ഇയർ ചോദ്യം എനിക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. സാർ ഞാൻ കേരള ജുഡീഷ്യൽ സർവീസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് LLMന്റെ ചോദ്യങ്ങൾ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങളും ആവശ്യമുണ്ട്. കാരണം ഒരു ഗ്രേറ്റർ പെർസെൻറ്റേജ് സിലബസ് ഈ പറയുന്ന കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, LLM എൻട്രൻസ് ആയിക്കോട്ടെ, LLB എൻട്രൻസ് ആയിക്കോട്ടെ, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഒരു ഗ്രേറ്റർ പെർസെൻറ്റേജും സിലബസ് ഒന്ന് തന്നെയാണ് അല്ലേ? ലീഗൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെയുള്ള എല്ലാ എക്സാമുകൾക്കും എല്ലാ കാറ്റഗറിയുള്ള ആൾക്കാർക്കും യൂസ്ഫുൾ ആവും. ലീഗൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ല, നമ്മൾ GKയും കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 20 ചോദ്യങ്ങളും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ നേരെയും അത് എവിടെ നിന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് എല്ലാവർക്കും തന്നെ റെലവെന്റ് ആണ്. കാരണം ഞാൻ പ്രിപ്പറേഷൻ പീരീഡിൽ ഞാൻ കണ്ടത് ചില 5 ഇയർ ക്ലീന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് LLM എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്, LLM എൻട്രൻസിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ജുഡീഷ്യൽ സർവീസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും ബേസിക് സിലബസ് എന്ന് പറയുന്നത് ലോയാണ്. അപ്പോൾ ലോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാവർക്കും എല്ലാ കാറ്റഗറിയിലെ ആൾക്കാർക്കും റെലവെന്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പാർട്ട് 2 വീഡിയോയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെഫ്രോൺസ് ആർ അസോസിയേറ്റഡ് വിത്ത്. ഓക്കെ, ഇത് ക്ലീ 5 ഇയർ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ A ലങ്സ്, ഓപ്ഷൻ B കിഡ്നി, ഓപ്ഷൻ C ബ്രെയിൻ, ഓപ്ഷൻ D സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ഇതിന്റെ ആൻസർ കിഡ്നി. നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്. കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺസ്. ഈ നെഫ്രോൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ +2 ബയോളജി സയൻസ് പഠിച്ചവർ വരച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ നെഫ്രോണിന്റെ പണി എന്താ? നെഫ്രോൺ പ്യൂരിഫൈസ് ദ ബ്ലഡ്. ഓക്കെ, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, നെഫ്രോൺസിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ B ആണ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ബ്ലഡ് പ്രഷർ ഈസ് മെൻഷൻഡ് വിത്ത് ആൻ ഇൻസ്ട്രുമെന്റ് കോൾഡ്. ഓക്കെ, ഇത് 2022 ക്ലീ 5 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ A അനിമോമീറ്റർ, ഓപ്ഷൻ B ടാക്കോമീറ്റർ, ഓപ്ഷൻ C സ്വിഗ്മോമാനോമീറ്റർ, ഓപ്ഷൻ D സ്പീഡോമീറ്റർ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. അതിന്റെ ആൻസർ സ്വിഗ്മോ മാനോമീറ്റർ. ഓക്കെ, ഇനി ഓപ്ഷൻ A anemometer. What is anemometer? Anemometer is an instrument which is used to measure the wind direction and wind speed. Okay, wind speed ഉം wind direction ഉം ഒക്കെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അനിമോമീറ്റർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് അപ്പോൾ ഇത് ക്ലീ 3 ഇയർ 2022 ചോദിച്ച ഒരു ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, എ കോൺട്രാക്ട് ബൈ എ മൈനർ ഈസ്. ഓപ്ഷൻ A വോയിഡബിൾ, ഓപ്ഷൻ B void, ഓപ്ഷൻ C valid, ഓപ്ഷൻ D enforceable by court. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ഇതിന്റെ ആൻസർ എ മൈനസ് കോൺട്രാക്ട് അല്ലെങ്കിൽ എ കോൺട്രാക്ട് ബൈ മൈനർ ഈസ് void ab initio. ഓക്കെ, അത് തുടക്കം മുതലേ അത് void ആണ്. ഓക്കെ, വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ void ആൻഡ് voidable? void എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ void കോൺട്രാക്ട് ഈസ് അൺഎൻഫോഴ്സിബിൾ റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് മൈനറിന്റെ കോൺട്രാക്ട്. ഇനി വോയിഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വോയിഡബിൾ കോൺട്രാക്ട് ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, അത് എൻഫോഴ്സിബിൾ ആണ് അൺടിൽ വൺ പാർട്ടി ചൂസസ് ഇറ്റ് നോട്ട്, അല്ലെങ്കിൽ അത് ഒരു പാർട്ടി അത് വോയിഡ് ആക്കുന്നത് വരെ എന്ത് ചെയ്യുന്നത്, അത് എൻഫോഴ്സിബിൾ ആണ്. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്ടിന്റെ ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ടിൽ വൺ പാർട്ടി ചൂസസ് ഇറ്റ് ടു ബി വോയിഡ്. ഇനി നമ്മുടെ ഈ കോൺട്രാക്റ്റിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഫ്രീ കൺസെന്റ്. ഓക്കെ, എ കോൺട്രാക്ട് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്ഡ്, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്, ഇങ്ങനത്തെ കോൺട്രാക്റ്റുകളെല്ലാം ദേ ആർ വോയിഡബിൾ കോൺട്രാക്ട്സ്. ഓക്കെ, അപ്പോൾ എ കോൺട്രാക്ട് ഒബ്റ്റൈൻ വിത്തൗട്ട് ഫ്രീ കൺസെന്റ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്ട്. ഓർത്ത് വയ്ക്കുക.
നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇത് ക്ലീ 3 ഇയറിൽ ചോദിച്ച 2022 ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ പാർട്ട് 1, ഓപ്ഷൻ ബി പാർട്ട് 2, ഓപ്ഷൻ സി പാർട്ട് 3, ഓപ്ഷൻ ഡി പാർട്ട് 4. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആ പാർട്ടിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓപ്ഷനിൽ പാർട്ട് 1 എന്താണ്? പാർട്ട് 1 ഡീൽസ് വിത്ത് യൂണിയൻ ആൻഡ് ടെറിട്ടറി. ഓക്കെ, പാർട്ട് 1 ഡീൽസ് വിത്ത് യൂണിയൻ ആൻഡ് ടെറിട്ടറി. ഈ പാർട്ട് 2 എന്താ? പാർട്ട് 2 ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ്. പാർട്ട് 2 ഡീൽസ് വിത്ത് സിറ്റിസൺ. ഇനി പാർട്ട് 4 ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇനി പാർട്ട് 4A ഉണ്ട്. പാർട്ട് 4A ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, അതാണ് ഇനീഷ്യലായ ആദ്യത്തെ 4 പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വിച്ച് മജിസ്ട്രേറ്റ് ഈസ് നോട്ട് കോമ്പീറ്റന്റ് ടു പാസ് ഓർഡർ അണ്ടർ 144 CRPC? ഇതും 2022 3 ഇയറിൽ ക്ലീ ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ബി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ സി തഹസിൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ഡി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് CJ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഇനി 144 CRPC എന്താണ്? 144 CRPC is the power to issues orders against nuisance or public any threat to public tranquility. അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാന്നാ പറയും. ഓക്കെ, 144 പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ആക്ട് അത് പൊതു ക്രമസമാധാനത്തിന് എതിരാവുണ്ടെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക് പീസിന് എതിരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെ കാറ്റഗറി ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾ എക്സെപ്റ്റ് ഡി. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഇവർക്ക് 3 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ പബ്ലിക് പീസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തടയാനുള്ള ഓർഡർ ഇറക്കാൻ പറ്റും. ഓക്കെ, 144 ഓഫ് CRPC. 144 ഓഫ് CRPC ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഇനി നമുക്ക് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് സെക്ഷൻ 377 ഈസ് കോൺസ്റ്റിറ്റ്യൂഷനലി വാലിഡ്? കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡ് ആണെന്ന് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുന്നത്. ഇൻവാലിഡ് അല്ല, വാലിഡ് ആണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ നന്ദിനി സപ്തതി വേഴ്സസ് PL ദാനി, ഓപ്ഷൻ ബി അശ്വിനി കുമാർ ഉപാധ്യായ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി സ്വപ്നിൽ ത്രിപാഠി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി സുരേഷ് കുമാർ കൗശല ആൻഡ് അതേഴ്സ് വേഴ്സസ് നാസ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഇനി സെക്ഷൻ 377 ഓഫ് IPC എന്താ പറയുന്നത്? സെക്ഷൻ 377 ഓഫ് IPC ക്രിമിനലൈസസ് ഹോമോസെക്ഷുവാലിറ്റി ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് 377 IPC. പിന്നീട് എന്ത് ചെയ്തു? സുപ്രീം കോടതി മറ്റൊരു കേസിലൂടെ എന്ത് ചെയ്തു? 377 ഡീക്രിമിനലൈസ് ചെയ്തു. അത് ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈം അല്ലെന്ന് പറഞ്ഞു. ഇതിൽ ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് വേറൊരു കേസ് ഉണ്ട്. നാസ് ഫൗണ്ടേഷൻ വേഴ്സസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹി. ഓക്കെ, ആ കേസിൽ ഡൽഹി ഹൈക്കോർട്ട് ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈം അല്ലെന്ന് പറഞ്ഞു. ഓക്കെ, അതിനെതിരെ അപ്പീലായിട്ട് ഈ സുരേഷ് കുമാർ കൗശൽ വേഴ്സസ് നാസ് ഫൗണ്ടേഷൻ കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞു. സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ട്രയൽ കോർട്ട് ഹൈക്കോർട്ട് ജഡ്ജ്മെന്റ് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞു, ഈ കേസിലൂടെ സുപ്രീം കോർട്ട് പറഞ്ഞു ഹോമോസെക്ഷുവാലിറ്റി ഈസ് എ ക്രൈം. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 7th ക്വസ്റ്റ്യൻ. ഇതും കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റൻ ആണ്. ഇൻ ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ റിലേറ്റ്സ് ടു? ഓപ്ഷൻ എ റൈറ്റ് ടു പ്രൈവസി, ഓപ്ഷൻ ബി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഓപ്ഷൻ ഡി റൈറ്റ് ഓഫ് ട്രസ്റ്റ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റൈറ്റ് ടു പ്രൈവസി ആണ്. അത് ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ്, ജസ്റ്റിസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. റൈറ്റ് ടു പ്രൈവസിയായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ഇനി റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21. ഓക്കെ, സോ റൈറ്റ് ടു പ്രൈവസി ഈസ് ഐഡന്റിഫൈഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസിനെ പറ്റി പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഇതും കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റൻ ആണ്. ഓക്കെ, വിച്ച് ഈസ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് വിച്ച് ഹെൽഡ് ട്രിപ്പിൾ തലാഖ് ആസ് unconstitutional? Option A Qatar Singh versus State of Punjab, option B Saira Bano versus Union of India, option C Muhammad Ahmad Khan versus Shah Bano Begum, option D Taksin Punawala versus Union of India.
ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിന്റെ സൈറാബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബനോ ബഗീൻ. ഈ കേസ് എന്തായി ബന്ധപ്പെട്ട? ദിസ് കേസ് ഇസ് റിലേറ്റഡ് ടു, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആയ മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബനോ ബീഗം, ഈ കേസ് ഇസ് റിലേറ്റഡ് ടു ദ മെയിൻ്റനൻസ് ഓഫ് മുസ്ലിം വുമൺ ആഫ്റ്റർ ഡൈവേഴ്സ്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ തലാഖിന്റെ കേസ് ഏതാ? സൈറാബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മെയിൻ്റനൻസ് ഓഫ് മുസ്ലിം വുമൺ ആഫ്റ്റർ ഡൈവേഴ്സ് വരുന്നത് മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബനോ ബീഗമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനിലെ ഒരു മോഡൽ ക്വസ്റ്റൻ ആണ്. പ്ലീഡിംഗ് മീൻസ് ഓപ്ഷൻ എ പ്ലെയിൻറ്റ് ഒള്ളി, ഓപ്ഷൻ ബി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒള്ളി, ഓപ്ഷൻ സി പ്ലെയിൻറ്റ് ഓർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ഡി പ്ലെയിൻറ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റെപ്ലിക്കേഷൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലെയിൻറ്റ് ഓർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇനി CPCയിലെ ഓർഡർ 6ലാണ് പ്ലീഡിംഗ് എന്താന്ന് പറയുന്നത്. പ്ലീഡിംഗ് മീൻസ് പ്ലെയിൻറ്റ് ഓർ റിട്ടേൺ. പ്ലെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അന്യായം. അതായത് ഒരു സിവിൽ കേസിൽ കേസ് കൊടുക്കുന്ന ആള്, അല്ലെങ്കിൽ ആ സിവിൽ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആള് കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കുന്ന തന്റെ പരാതി, അതാണ് നമ്മൾ പ്ലെയിൻറ്റ് അല്ലെങ്കിൽ അന്യായം എന്ന് പറയുന്നത്. ഈ അന്യായത്തിനെതിരെ അയാൾ കേസ് കൊടുത്ത ഓപ്പോസിറ്റ് പാർട്ടി ഫയൽ ചെയ്യുന്നൊരു കൗണ്ടർ, അല്ലെങ്കിൽ ഈ അന്യായം പറയുന്ന കാര്യം ഡിനൈ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടി ഫയൽ ചെയ്യുന്ന കൗണ്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ക്യുസാറ്റ് 2022 3 ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഹു ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ? ഓപ്ഷൻ എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈസ് പ്രസിഡന്റ് ഈസ് ഓൾസോ ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. വൈസ് പ്രസിഡന്റിന് 2 ഡ്യൂട്ടീസ് ഉണ്ട്. ഒന്ന് വൈസ് പ്രസിഡന്റ് ആയിരിക്കും വേണം, അതുപോലെ തന്നെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറും കൂടെ ആവണം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 11ാമത്തെ ചോദ്യം. ഓക്കെ, ഇത് ക്യുസാറ്റ് 3 ഇയർ 2022 ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ലോ ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡ് ഇൻ 2 kinds. Procedure law, which tells us the procedure for obtaining justice, and substantial law, which option A creates rights and duties, option B is procedural law, option C substantiate moral principles, option D none of the above. അതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ലോ ക്യാൻ ബി ഡിവൈഡ് ഇൻ 2 types, പ്രൊസീജിയറൽ ലോ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ ലോ. സബ്സ്റ്റാൻഷ്യൽ ലോ ക്രിയേറ്റ്സ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്നത് പ്രൊസീജിയറൽ ലോ. സോ പ്രൊസീജിയറൽ ലോ ക്രിയേറ്റ്സ് ദ പ്രൊസീജിയർ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സബ്സ്റ്റാൻറ്റീവ് ലോ. ഇതിന്റെ എക്സാമ്പിൾ സബ്സ്റ്റാൻറ്റീവ് ലോന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത, അതായത് പഴയ IPC. ഇനി പ്രൊസീജിയറൽ ലോന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് നമ്മുടെ CRPC, അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 12ാം ചോദ്യം. ഇത് ക്യുസാറ്റ് 5 ഇയർ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ഹു ഈസ് ദ സോഴ്സ് ഓഫ് അതോറിറ്റി ഓർ സോവേറിറ്റി ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിൽ ഡൗട്ടൊന്നുമില്ല. എല്ലാ സോവറിറ്റിയുടെയും ലീഗൽ അതോറിറ്റിയുടെയും ഒക്കെ സോഴ്സ് ബേസിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഇത് ക്യുസാറ്റ് 5 ഇയർ 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. റൂൾ ഓഫ് ലോ മീൻസ് ഓപ്ഷൻ എ ആബ്സെൻസ് ഓഫ് ആർബിട്രറി പവർ, ഓപ്ഷൻ ബി ഇക്വാലിറ്റി ബിഫോർ ലോ, ഓപ്ഷൻ സി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഓർഡിനറി ലോ ഓഫ് ദി ലാൻഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? നോ വൺ ഈസ് above law. It was this rule of law was propounded by British constitutional advisor A.V. Dicey. A.V. Dicey ആണ് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കായ ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇതിനെപ്പറ്റി എന്തെന്ന് പറയുന്നത്. ഓക്കെ, ഈ അക്കോർഡിംഗ് ടു A.V. Dicey ദ സുപ്രീമസി ഓഫ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ 3 പ്രിൻസിപ്പിൾസ് വേണം. ഓക്കെ, സുപ്രീമസി ഓഫ് ലോ ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫോളോയിങ് 3 പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാ? സുപ്രീമസി ഓഫ് ലോ, ഇക്വാലിറ്റി ഓഫ് ലോ, പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റൂൾ ഓഫ് ലോ ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ
AV Dicey, British Constitutional Advisor, AV Dicey, Rule of Law എന്ന് പറഞ്ഞാൽ എന്താ? No one is above law. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കായ ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഇത് ക്യുസാറ്റ് 5 ഇയർ 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എലക്ടഡ് ബൈ ഓപ്ഷൻ എ പ്രൊപ്പോർഷണൽ റെപ്രസെന്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, ഓപ്ഷൻ ബി പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, ഓപ്ഷൻ സി പീപ്പിൾ ഓഫ് ഇന്ത്യ ബൈ എ ലിസ്റ്റ് സിസ്റ്റം, ഓപ്ഷൻ ഡി പീപ്പിൾ ഓഫ് ഇന്ത്യ ഡയറക്ട്ലി. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നമ്മൾ നോർമൽ പീപ്പിൾ ആര് തന്നെ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും എന്താ ഓട്ടോമാറ്റിക്കായി അവിടെ ക്യാൻസൽ ആയി പോയി. പിന്നെ എയും ബിയും തമ്മിലാണ് തർക്കം. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എലക്ടഡ് ബൈ എ ബോഡി കോൾഡ് ഇലക്ട്രൽ കോളേജ്. ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്ന ബോഡിയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യനെ എന്ത് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത്. ഇനി ഈ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ട്? ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതുപോലെ തന്നെ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ബെയറാക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഡൽഹി ആൻഡ് പുതുച്ചേരി എന്ന് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻക്ലൂഡ് ജമ്മു ആൻഡ് കാശ്മീരിലും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, സോ ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. അപ്പോൾ ഇലക്ട്രൽ കോളേജ് ഈസ് എ ബോഡി വിച്ച് കൺസിസ്റ്റ് ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതുപോലെ തന്നെ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. ഓർത്ത് വയ്ക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ദ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് ഈസ് അപ്പോയിന്റഡ് ബൈ, ഇത് ക്യുസാറ്റ് 2022 5 ഇയർ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, സുപ്രീം കോർട്ടും ഹൈക്കോർട്ടിനെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ്, കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റുകൾ ഒട്ടുമിക്കതും നടത്തുന്നത് പ്രസിഡന്റ് ആണ്. ഇനി പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 52 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Article 52 of Indian Constitution says that there shall be a president for India. ഇനി election of president ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 54. ഓക്കെ, 52+2. ഓക്കെ, 54ലാണ് ഇലക്ഷൻ പറയുന്നത്, 52ലാണ് എന്തിന്റെ there shall be a president of India എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് 16ാം ചോദ്യം, the statement of accused under 313 of CRPC. Option A has to be recorded on oath. Option B has to be recorded without oath. Option C either on oath or without oath depending on whether the case is summons trial or a warrant trial. Option D either on oath or without oath as per the discretion of the court. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ലീഗൽ അസിസ്റ്റന്റ് എക്സാം 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, 313 ഓഫ് CRPC, നമ്മൾ കോടതിയിൽ 313 എടുക്കുക, സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന് പറയാം. ഈ 313 എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആസ് പെർ സെക്ഷൻ 313 ഇറ്റ് ഈസ് ദ പവർ ടു എക്സാമിൻ ദ അക്യൂസ്ഡ്. ഓക്കെ, പവർ ടു എക്സാമിൻ ദ അക്യൂസ്ഡ്. ഇവിടെ ആരാ അക്യൂസ്ഡിനെ എക്സാമിൻ ചെയ്യുന്നത്? കോടതിയാണ് എക്സാമിൻ ചെയ്യുന്നത്. ഒരു ക്രിമിനൽ ട്രയൽ നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ എവിഡൻസിന് ശേഷം, വിറ്റ്നസ് എല്ലാ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തതിന് ശേഷം, പ്രോസിക്യൂഷൻ എവിഡൻസിന് ശേഷം, ഡിഫൻസ് എവിഡൻസിന് മുന്നേ ആണ് എന്ത് ചെയ്യുന്നത്? 313 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ 313 സ്റ്റേറ്റ്മെന്റിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതി അക്യൂസിനോട് ചോദിക്കും കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ സാക്ഷികൾ കൊടുത്ത ഏതെങ്കിലും മൊഴികൾ ഈ അക്യൂസിന് എതിരെയാണെങ്കിൽ ഓക്കെ, ആ അക്യൂസിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സർക്കംസ്റ്റാൻസ് കോടതിയെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് 313 ഓഫ് CRPC എന്ന് പറയുന്നത്, പവർ ടു എക്സാമിൻ ദ അക്യൂസ്ഡ്. ഇനി ഈ 313 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് വിത്തൗട്ട് ഓത്താണ്. ഓത്ത് എടുക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? 313 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ഇതും നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റി 2022 ചോദ്യ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. ചെയർമാൻ ഓഫ് UPSC അപ്പോയിന്റഡ് ബൈ, ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. അതിലൊരു ഡൗട്ടും ഇല്ല. നമുക്കറിയാം UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. സോ ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ്, സോ ഇറ്റ്സ് അപ്പോയിന്റ്മെന്റ് ഇസ് ഡൺ ബൈ ദ പ്രസിഡന്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഇതും സെക്രട്ടറി ലീഗൽ അസിസ്റ്റന്റ് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. ദ ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ, ഓപ്ഷൻ എ
പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ഓപ്ഷൻ സി യൂണിയൻ റവന്യൂ മിനിസ്റ്റർ, ഓപ്ഷൻ ഡി പ്രസിഡന്റ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. അതായത് GST കൗൺസിലിലെ ചെയർപേഴ്സൺ ആരായിരിക്കും ഈ 4 തന്ന ഓപ്ഷൻസിൽ? അതിൽ GST കൗൺസിലിലെ ചെയർപേഴ്സൺ എപ്പോഴും യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇനി GST കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 279A. 279A ആണ് GST കൗൺസിലിനെ പറ്റി പറയുന്നത്. മോർ സ്പെസിഫിക്കലി 279A ക്ലോസ് 2 ആണ് GST കൗൺസിലിനെ പറ്റി പറയുന്നത്. ഈ GST കൗൺസിലിൽ ആരൊക്കെയുണ്ട്? GST കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, അതുപോലെ തന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ. ഓക്കെ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ. ഇനി ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് അതോറൈസ് ചെയ്യുന്ന ഒരു മിനിസ്റ്റർ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റിൽ സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിൽ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. ഇവരൊക്കെ കൂടി ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? GST കൗൺസിൽ എന്ന് പറഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് ഓക്കെ, ഇതൊരു കറണ്ട് അഫയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ബാങ്ക് ഈസ് എക്സ്ക്ലൂസീവ്ലി അതോറൈസ്ഡ് ടു ഇഷ്യൂ ആൻഡ് എൻകാഷ് ഇലക്ട്രൽ ബോണ്ട്സ്? ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ ബി HDFC ബാങ്ക്, ഓപ്ഷൻ സി ICICI ബാങ്ക്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിലൊരു ഡൗട്ടും ഇല്ല. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാൻ എൻകാഷ് ചെയ്യാൻ ഒരേ ഒരു ബാങ്കിനാണ് ഇപ്പോൾ അതോറിറ്റി കൊടുത്തിട്ടുള്ളൂ, അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, 20ാം ചോദ്യം. വിച്ച് സിറ്റി ഹാസ് ലോഞ്ച്ഡ് ക്ലൈമറ്റ് മിഷൻ ടു ബിക്കം ദ വേൾഡ്സ് ഫസ്റ്റ് എനർജി ലിറ്ററേറ്റ് സിറ്റി? ഓപ്ഷൻ എ റൂർക്കി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി ജയ്സാൽമീർ രാജസ്ഥാൻ, ഓപ്ഷൻ സി ഇൻഡോർ മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി വാരണാസി ഉത്തർപ്രദേശ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻഡോർ മധ്യപ്രദേശ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്ലീയും അതുപോലെ തന്നെ ലീഗൽ സർവീസ് ലീഗൽ അസിസ്റ്റന്റ് എക്സാമിൻ്റെയും അതുപോലെ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ മറ്റേ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും സ്പെസിഫൈഡ് ടു അവർക്കല്ല, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിഗണിക്കുന്നുണ്ട്, എല്ലാവരെയും പണിക്ക് പരിഗണിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ മെൻഷൻ ചെയ്ത് 20 ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ പറഞ്ഞ എല്ലാ സോർട്ട് ഓഫ് കാറ്റഗറി ആൾക്കാർക്കും എന്ത് ചെയ്യും ഹെൽപ്ഫുൾ ആയ രീതിയിൽ ആ രീതിയിലാണ് ഞാനത് പ്രിപ്പയർ ചെയ്തത്. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട കാര്യം, ചിലപ്പോൾ ക്ലീ LLBക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ ജുഡീഷ്യൽ സർവീസിന് കണ്ടിട്ടുണ്ട്, ജുഡീഷ്യൽ സർവീസിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ LLMനും കണ്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സീരീസിൻ്റെ അടുത്തടുത്ത പാർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.